എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പച്ച തക്കാളി വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി തോരനാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് പച്ചത്തക്കാളി വെച്ചിട്ട് തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നമ്മളിതിന് മുൻപ് ഒരു തക്കാളി റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേര് കണ്ടു നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ച തക്കാളി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ പഴുക്കാത്ത നല്ല പച്ചയായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരുപാട് കുനുകുനാന്ന് അരിയേണ്ട ആവശ്യമില്ല. കുറച്ചൊരു വലുതായിട്ടാണ് ഞാൻ അരിയുന്നത്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ ശേഷം ഒന്നുകൂടെ ഒരു 2ആയിട്ട് ഒന്ന് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ തക്കാളിയുടെ ഉള്ളിൽ കുറച്ച് ജ്യൂസുണ്ട്. അപ്പോൾ അത് നമ്മൾ തോരൻ തയ്യാറാക്കി എടുക്കുമ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഒരു പിടി എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് കൂടെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂണിനെക്കാളിലും കുറവാണ് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഈ തോരന് നല്ല പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ സവാള ആണെങ്കിൽ നിങ്ങൾക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇല്ലാതെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി എടുക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തോരൻ തയ്യാറാക്കുമ്പോൾ ഇത് അടച്ച് വെച്ചിട്ടല്ല വേവിക്കുന്നത്, തുറന്ന് തന്നെ വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെക്കുകയാണെങ്കിൽ ഈ തക്കാളി മൊത്തത്തിലങ്ങ് ഉടഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചിരങ്ങിയോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ തേങ്ങ തിരികിയത് അതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചിക്കി തോത്തിയെടുക്കുക. അപ്പോൾ നമ്മളിതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ട് നന്നായിട്ടിത് ഡ്രൈ ആക്കി എടുക്കുക. കുറച്ച് സമയം എടുത്ത് ഇളക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി തോരനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചത്തക്കാളി കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ പച്ചത്തക്കാളി വെച്ചിട്ട് തോരൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു പുളിയും ആ ഒരു തക്കാളിയുടെ ടേസ്റ്റും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്